Hi, Merry Christmas in advance. 2025 ക്രിസ്മസ് കേക്കിൻ്റെ തുടക്കമായി. അപ്പം ഞാൻ നേരത്തെയാണ് ഇപ്രാവശ്യം ഉണ്ടാക്കുന്നത്. ഒരു മാസം മുമ്പേ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം വൈനിനകത്ത് സോക്ക് ചെയ്ത് വെച്ചു. ഓറഞ്ച് പീല് ഉണ്ടാക്കി വെച്ചു. എല്ലാം ഞാൻ തന്നെയാണ്, ഹോം മെയ്ഡാണല്ലോ. അപ്പം എൻ്റെ ഫ്രൂട്ട്സൊക്കെ ഒന്ന് എടുത്ത് നോക്കി. അപ്പം നല്ല സോഫ്റ്റായിട്ടിരിക്കുകയാണ്. അപ്പം അതൊന്ന് എല്ലാം കൂടെ ഒരു 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 കണ്ടെയ്നറിലാണ് ഇട്ട് വെച്ചത്. അതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് അരിയണം. പ്രൂൺസ് ഉണ്ട്, ഡേറ്റ്സ് ഉണ്ട്, നട്ട്സ് ഉണ്ട്, ബ്ലാക്ക് റീസിൻസ് ഉണ്ട്. ഇതൊക്കെ നല്ല കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഞാൻ ഇതിനകത്ത് സോക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ അതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചു. അപ്പോഴത്തേനും ഞാൻ നമ്മുടെ എഗ് വൈറ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്തു. ഒരു 1/2 കിലോ ഫ്ലോറിൻ്റെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു 6 മുട്ടയെടുത്തു. എഗ് വൈറ്റ് എടുത്ത് സെപ്പറേറ്റ് എന്നിട്ട് 1/2 കിലോ ഷുഗർ പൗഡർ ചെയ്ത് അതും കൂടി ഇതിനകത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഞാനങ്ങനെ മിക്സ് ചെയ്തു. അപ്പോൾ ഇതിനകത്താകുമ്പോൾ എളുപ്പമാണ്, പെട്ടെന്ന് നമ്മുടെ കാര്യം കഴിയും, പെട്ടെന്ന് അങ്ങ് ബീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ എഗ് വൈറ്റും പൗഡേർഡ് ഷുഗറും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്ത ശേഷം ഞാൻ ബാക്കി ഈ യെല്ലോയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ യെല്ലോയും കൂടെ ഇതിനകത്തിട്ട്, അപ്പം ഈ എഗ് വൈറ്റ് മിക്സ് ചെയ്യുന്ന അത്രയും മിക്സ് ചെയ്യേണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ആയിക്കോളും. എഗ് വൈറ്റും യെല്ലോയും സെപ്പറേറ്റ് ചെയ്യുന്ന അറിയാമല്ലോ അല്ലേ? ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഞാനങ്ങനെ ഇതിനെല്ലാം കൂടെ മിക്സ് ചെയ്തിരിക്കുകയാണ്. നല്ല രസമാണ് ഇതിനകത്ത് മിക്സ് ചെയ്യാനായിട്ട്. വളരെ എളുപ്പമാണ്, നമ്മൾ കൈകൊണ്ടൊന്നും ചെയ്യേണ്ട. ഇനിയിപ്പോൾ ഞാൻ ആവശ്യമുള്ള സ്പൈസസൊക്കെ ഒന്ന് തപ്പിയെടുക്കുകയാണ്. നമ്മുടെ ക്ലോസറ്റിനകത്തുനിന്ന് സ്പൈസസും എല്ലാം ഒന്ന് എടുക്കുകയാണ്. നമ്മുടെ നട്ട്മഗ്, സിന്നമൺ പൗഡർ, ഷാജീരകം എല്ലാം എടുക്കണ്ടേ? അതെല്ലാം എടുത്ത് റെഡിയാക്കി വയ്ക്കണം. അപ്പം ഞാൻ ഓവനൊക്കെ പ്രീഹീറ്റ് ചെയ്യാൻ ഇട്ട് വെച്ചു. കാരണം ഞാനിത് പ്രിപ്പറേഷൻ തുടങ്ങുമ്പോഴേ ഓവനങ്ങ് പ്രീഹീറ്റ് ചെയ്യാനിടും. അപ്പോഴത്തേനും നമുക്ക് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഡയറക്റ്റ് അങ്ങ് വെക്കാമല്ലോ. അപ്പോൾ ഞാൻ ഫുള്ള് ബട്ടറിലാണ് ഇടുന്നത്. 1/2 കിലോ ഫ്ലോറിന് 1/2 കിലോ ബട്ടർ തന്നെ അങ്ങ് ചേർക്കും. എന്നാലേ എനിക്ക് ഒരു തൃപ്തിയുള്ളൂ. ഞാൻ ഓയിലൊന്നും ചേർക്കാറില്ല, എപ്പോഴും ബട്ടറിൽ തന്നെയാണ് ചെയ്യുന്നത്. അൺസോൾട്ടഡ് ബട്ടറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതും രാവിലെ എടുത്ത് പുറത്ത് വെച്ചു മെൽറ്റാകാനായിട്ട്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ ബട്ടറും ഒക്കെ റെഡിയായി. അപ്പോൾ അതും ഫ്ലോറും കൂടെയാണ് ഞാൻ ആദ്യം മിക്സ് ചെയ്യുന്നത്. ഫ്ലോറിനകത്തേക്ക് 1/2 കിലോ ആകുമ്പോഴത്തേനും ഞാൻ 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇടുന്നത്. അപ്പം ആ ബേക്കിംഗ് പൗഡറും ഫ്ലോറും കൂടെ ആദ്യം മിക്സ് ചെയ്ത ശേഷം ഈ മെൽറ്റഡ് ബട്ടറും മെൽറ്റഡ് എന്ന് പറഞ്ഞാൽ ഒത്തിരി അങ്ങ് മെൽറ്റാകണ്ട, ഒരുവിധം മിക്സ് ചെയ്യാൻ പാകത്തിലായാൽ മതി. അതെല്ലാം കൂടെ നമ്മുടെ സ്പാച്ചില കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം, ആക്ച്വലി ഇത് നമ്മുടെ മെഷീനിലിട്ട് മിക്സ് ചെയ്യേണ്ട കാര്യമില്ല, എങ്കിലും ഞാനൊന്ന് ചെറിയ സ്പീഡിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അതിനകത്തൊന്ന് മിക്സ് ചെയ്തു. ഇവിടുത്തെ ബട്ടർ 1/2 കിലോയുടെ ഒരു ബ്ലോക്കല്ല, ഇതൊരു 4 ബ്ലോക്കായിട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്യാണ്. എൻ്റെ കൂട്ടിന് ഒരാളിരിപ്പുണ്ട്. എനിക്ക് കേക്ക് ഉണ്ടാക്കുമ്പം നോക്കി എൻ്റെ ഗ്രാൻഡ് ഡോട്ടർ ഇരിപ്പുണ്ട്. പുള്ളി ഇതെല്ലാം കാണുകയാണ്. ഇനിയിപ്പം അവർക്ക് ഇതൊക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പം എൻ്റെ സൈഡിൽ ഇരുന്ന് പുള്ളിക്ക് കുറിക്കാൻ ഓരോ സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മളിവിടെ ഇരുന്ന് കേക്കൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ പുള്ളി ഇങ്ങനെ നോക്കിയിരിക്കുക, അതിൻ്റെ ശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു രസമാണ്, നമുക്കൊരു രസമാണ് കൊച്ചു സൈഡിലിരിക്കുന്നതുകൊണ്ട്. അപ്പോൾ എൻ്റെ ഫ്ലോറും ബട്ടറും കൂടെ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്ന് ചെറുതായിട്ടൊന്ന്, അതായത് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ആ പൊടിയെല്ലാം പറന്നു പോകും. അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് സ്പെച്ചില വെച്ചൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മുടെ മെഷീനിനകത്തേക്ക് ഇട്ട് കൊടുക്കും. അവിടെ ഒന്ന് ഒത്തിരി ഇങ്ങനെ നമ്മൾ സ്പീഡിൽ കറക്കാൻ പാടില്ല. ആക്ച്വലി സ്പാച്ചില കൊണ്ടൊന്ന് മിക്സ് ചെയ്യേണ്ട കാര്യമുള്ളൂ. പക്ഷേ ഞാൻ അതിനകത്തേക്ക് ഇട്ടു. നമ്മൾ ബേക്കിംഗ് പൗഡർ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മളെപ്പോഴും ഒത്തിരി ഓൾഡായിട്ടുള്ള എടുത്താൽ ചിലപ്പോൾ അതിൻ്റെ ആക്ഷൻ നടക്കുകയില്ല. അതുകൊണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബേക്കിംഗ് പൗഡർ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. നമ്മളിത്രയും കഷ്ടപ്പെട്ടിട്ട് ശരിക്കും ഇത് പൊങ്ങി വന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് ആകെ സങ്കടമാവും.
അതുകൊണ്ട് ഒത്തിരി പഴയ ബേക്കിംഗ് പൗഡർ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കണം. ഞാൻ ബേക്കിംഗ് സോഡ ഒന്നും ഇടാറില്ല. ചിലർ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഇടും. പക്ഷേ ഞാൻ ഒരിക്കലും ബേക്കിംഗ് സോഡ ഇടാറില്ല. ബേക്കിംഗ് പൗഡർ മാത്രമേ ഉള്ളൂ. ഇതുവരെ എൻ്റെ കേക്കിന് ഒരു പ്രശ്നങ്ങൾ പറ്റിയിട്ടില്ല. ഞാനങ്ങനെ മെഷർ ചെയ്യാതെയൊക്കെ ഇടുന്ന കേട്ടോ. കാരണം എനിക്കിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ മെഷർ ചെയ്യേണ്ട കാര്യമൊന്നും തോന്നുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ നമ്മുടെ മിക്സും കൂടെ ഇതിനകത്തേക്കിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് ചെറിയ സ്പീഡിലൊന്ന് മിക്സ് ചെയ്തെടുത്തു. അങ്ങനെ നമ്മുടെ മിക്സറിലേക്ക് അതങ്ങ് ഇടുകയാണ്. ഇത് നമുക്ക് മിക്സിക്കകത്തും അടിക്കാം കേട്ടോ. ഈ മുട്ടയും ഇതെല്ലാം മിക്സ് ചെയ്യാണ്ടെങ്കിലും മതി. അല്ലാതെ ബീറ്റർ വേണമെന്നും ഒരു നിർബന്ധവുമില്ല. ജസ്റ്റ് നമുക്ക് മിക്സി മാത്രം മതി. ഈവൻ ഓവൻ പോലും വേണമെന്നില്ല. നമുക്ക് കുക്കറിനകത്ത് ഉണ്ടാക്കാം, അല്ലെങ്കിൽ വെറും അലുമിനിയം പാത്രത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ അതൊക്കെ ഭയങ്കര ഈസിയാണ്. അതിൻ്റെ ബേസിക് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളരെ ഈസിയാണ്. അപ്പോൾ ഞാനൊരു ചെറിയ സ്പീഡിൽ ഇതൊന്ന് മിക്സ് ചെയ്തു. ഇനി നമുക്ക് മിക്സ് ചെയ്യാനുള്ളത് അതുകൊണ്ട് എനിക്ക് വേറൊരു കൂട്ടുകാരനും കൂടെ ഉണ്ട്. നമ്മുടെ പെറ്റ് ഡോഗാണ്, അവനും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതാണ് അടുത്ത് മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ അതാ മിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഈ ബാറ്ററിയിൽ നിന്ന് കുറച്ചെടുത്ത് ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ ഈ ഫ്രൂട്ട്സ് എല്ലാം നമ്മുടെ മിക്സിനകത്തേക്ക് ഇടുമ്പോൾ എല്ലാം കൂടെ താന്നു പോകും. അപ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ കേക്കിൻ്റെ അടിഭാഗത്തായിട്ടായിരിക്കും ഈ ഫ്രൂട്ട്സ് എല്ലാം ഇരിക്കുന്നത്. അപ്പോൾ ഈ ബാറ്ററിൽ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ, അല്ലെങ്കിൽ കുറച്ച് പൊടിയിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഇട്ടാലും മതി. അപ്പോൾ ഞാനെപ്പോഴും ഈ ബാറ്ററിയിൽ നിന്ന് കുറച്ചെടുത്ത് മിക്സ് ചെയ്ത ശേഷമാണ് ഇതിനകത്തേക്ക് ഇടുന്നത്. ഇനി ഞാൻ മെഷീൻ ഉപയോഗിക്കുന്നില്ല. ഇനിയിപ്പം ഇതെല്ലാം കൂടി ഞാൻ പുറത്തേക്ക് എടുത്തിട്ട് അതിനകത്തേക്ക് ഇട്ടിട്ട് സ്പാച്ചില കൊണ്ടൊന്ന് ഫോൾഡ് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒത്തിരി നേരമില്ല, ഒന്നും ഏകദേശം മിക്സ് ആകുന്നതിന് വരെ ഒന്ന് ഫോൾഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ മെഷീനിലിട്ട് നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം അങ്ങ് അതിനകത്തങ്ങ് വല്ലാതെ അങ്ങ് അലിഞ്ഞ് ചേർന്ന് പോവും. അത് ചെയ്യാൻ പാടില്ലല്ലോ. കുറച്ച് ഇങ്ങനെ പിസ്സായിട്ട് കിടക്കണമല്ലോ. അത് തന്നെയല്ല കേക്കിന് അത്ര നല്ലതുമല്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ സ്പാച്ചില കൊണ്ട് ഫോൾഡ് ചെയ്തിട്ട് അപ്പോഴത്തേന് ഞാൻ അതിൻ്റെ മുകളിലൊക്കെ നമ്മുടെ ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടറൊക്കെ തേച്ച് റെഡിയാക്കിയിട്ട് ഓവൻ റെഡിയാണ്. അപ്പോൾ ഞാൻ 2 പാത്രത്തിലായിട്ട് ട്രേകളിലായിട്ട് ഇതെടുത്ത് റെഡിയാക്കി വെച്ചു. അങ്ങനെ ഓവൻ പ്രീ ഹീറ്റഡ് ആയിട്ടിരിക്കുന്ന ഓവനിലേക്ക് വെച്ചു. അങ്ങനെ അവനെ സേഫാക്കി നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുന്ന പോലെ അങ്ങനെ കയറ്റി. ഇനി ഞാനൊരു 175 ഡിഗ്രിയിൽ ഒരു 1.5 മണിക്കൂർ വെച്ചു. എന്നിട്ട് കുത്തി നോക്കിയപ്പോൾ ഒരു ശകലം കൂടെ ആകാനുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് കൂടെ വെച്ചു. 10 മിനിറ്റ് കൂടെ വെച്ചപ്പോഴത്തേനും ഏകദേശം കുത്തി നോക്കിയപ്പോൾ ഒന്നും ആകത്തില്ല. പിന്നെ ഒരു 10 മിനിറ്റ് കൂടെ ഞാൻ അതിനകത്ത് തന്നെ വെച്ചിരുന്നു. അതിന് ശേഷം നോക്കിയപ്പം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇവനെ ഞാൻ ആ ചൂടൊന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി കഴിയുമ്പോൾ ഇതിനെ ഒന്ന് അപ്സൈഡ് ഡൗൺ ചെയ്തു. അപ്പോഴത്തേനും നല്ല പെർഫെക്റ്റായിട്ട് വന്നു. അപ്പോൾ ആദ്യം എൻ്റെ കേക്ക് ടേസ്റ്റ് ചെയ്യുന്ന ആരാന്ന് കണ്ടോ? നമ്മുടെ കുഞ്ഞുമണി തന്നെയാണ്. കുഞ്ഞുമണിക്ക് ഇഷ്ടപ്പെട്ടു. കുഞ്ഞുമണി പിന്നെയും ചോദിച്ചു. കുഞ്ഞുമണി കേക്ക് കട്ട് ചെയ്യുന്നതും കുഞ്ഞുമണി തന്നെയാണ്. കുഞ്ഞുമണിക്ക് ഇഷ്ടപ്പെട്ടു. ചെറുതായിട്ടൊന്ന് കൊടുത്തപ്പോൾ പുള്ളി മറ്റേ കൈ കൊണ്ടൊന്ന് പുഷ് ചെയ്തകത്തേക്ക് കയറ്റി. അങ്ങനെ സോ ഹാപ്പി, ഇറ്റ് കെയിം ഔട്ട് വെൽ. അപ്പോൾ ഞാൻ ഈ കേക്ക് സാധാരണ ഉണ്ടാക്കി ഒന്ന് ആറിക്കഴിഞ്ഞാൽ ഉടനെ ഞാനത് കട്ട് ചെയ്ത് അതിൻ്റെ കണ്ടെയ്നറിലാക്കി ഒന്നും കൂടെ വൈനൊക്കെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് വെക്കും. എന്നാലേ എനിക്കൊരു തൃപ്തിയാവുള്ളൂ. അപ്പോഴത്തേനും ഒരു പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴത്തേനും നല്ല രസമായിട്ടിരിക്കും. അത് എത്രയും താമസിക്കുന്നു അത്രയും നല്ലതായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ അത് തുറന്നിട്ട് വൈനൊക്കെ ഇച്ചിരി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം. അപ്പോഴത്തേനും നല്ല രസമാവും. എത്രയും പഴകുന്നു അത്രയും നല്ലതായിട്ടിരിക്കും നമ്മുടെ കേക്ക്. അപ്പോഴത്തേനും ഇന്ന് വീട് മുഴുവൻ നല്ല മണമാണ്. ഈ കേക്ക് നമ്മൾ ഒത്തിരി സ്പൈസസൊക്കെ ചേർക്കുന്നതുകൊണ്ട്, നല്ല മണമുള്ള സ്പൈസസൊക്കെ ചേർക്കുന്നതുകൊണ്ട്. അപ്പം ഞാൻ ചേർത്ത സ്പൈസസിൻ്റെ പേര് പറഞ്ഞില്ലല്ലേ. നട്മക്ക്, നമ്മുടെ വലിയ പെരിഞ്ചീരകയില്ലേ അത്, കാർഡമം, ഗ്രാമ്പൂ, പിന്നെ സിന്നമൺ, ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചിട്ട് അതൊരു 2 സ്പൂൺ ഞാൻ അതിനകത്ത് ചേർക്കും. ഞാൻ നട്മക്കാണ് കൂടുതലായിട്ട് ചേർക്കുന്നത്. ഇപ്പോൾ 1 കിലോ ഉള്ളതുകൊണ്ട് ഒരു 1/2 മുറി നട്മക്കാണ് ചേർത്തത്. അപ്പം നമ്മുടെ കേക്ക് റെഡി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ. സൂപ്പറാണ്. അപ്പോൾ നമ്മുടെ വൈൻ ആൻഡ് ക്രിസ്മസ് കേക്ക് റെഡി. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കൂ. ഇതിനെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് വിവരം പറയൂ.